അപ്പൂപ്പ ദേ പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. എന്തു പ്രൊഡക്റ്റ്? റിപ്പീറ്റ് പൗഡർ. ആ പൗഡർ തലയിലിട്ടാൽ എന്ത് കാര്യം 5 തവണ ചെയ്യുമെന്ന്. ഹിഹി. ചാടുമ്പോൾ തലയിലിട്ടാൽ 5 തവണ ചാടും. തിന്നുമ്പോൾ പൗഡർ ഇട്ടാൽ അതേ കാര്യം 5 തവണ തിന്നും. വാങ്ങിയാലോ അപ്പൂപ്പ? വാങ്ങാം. ചില പണികൾ അത് വെച്ച് ഒപ്പിക്കണം. ഓൺലൈനിൽ വാങ്ങിയാൽ കിട്ടാൻ വൈകും. ഞാൻ കടയിൽ പോയി വാങ്ങാം. വില കൂടുതലാണെങ്കിൽ വാങ്ങണ്ട കേട്ടോ. ഡിസ്കൗണ്ട് കിട്ടുമെന്നേ. വൈകാതെ. അയ്യടാ, 100 രൂപയ്ക്ക് 200 ഞാൻ കിട്ടി. എന്താടാ പൊതിയിൽ? പൗഡർ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ചാൻസാ. നടുവേദന മാറ്റുന്ന പൊടിയാ അമ്മുമ്മേ. ഇത് തലയിൽ ഇട്ടാൽ മതി. അത് നന്നായി. എനിക്ക് രാവിലെ മുതൽ നടുവേദനയാ. പോരാത്തതിന് ഇന്നൊരു മരത്തിൽ കയറേണ്ടി വന്നു. അതോടെ വേദന കൂടി. മായാവിയെ പിടിക്കാൻ കേറിയതാ. അതിന് ഗുണമുണ്ടായി. ദേ കിട്ടി. നീ ആ പൊടി ഇങ്ങ് തലയിൽ ഇട്. ഇനി എന്തു ചെയ്താലും അമ്മമ്മ റിപ്പീറ്റ് അടിക്കും. മൂക്കിലും പോയി. മൂക്കിലും പോയി. മൂക്കിലും പോയി. മൂക്കിലും പോയി. മൂക്കിലും പോയി. സംഗതി നടന്നു. എന്താടാ ഇത്? അമ്മേ, ലുട്ടാപ്പി കാര്യമെല്ലാം പറഞ്ഞു. എങ്കിൽ ഞാനും ഒന്ന് പരീക്ഷിക്കട്ടടാ. നിന്റെ തലയിൽ പൊടിയിടാം. ഡാങ്കിനി ലുട്ടാപ്പിയുടെ തലയിൽ പൗഡർ ഇട്ടു. എന്നിട്ട് കല്ലെറിയാം. അമ്മോ, അയ്യോ പൊട്ടാലോ. പക്ഷേ ലുട്ടാപ്പി റിപ്പീറ്റ് അടിച്ചു. കല്ലെറിയാം. ചതിച്ചോ? ഏറെ നിർത്താൻ പറ്റുന്നില്ല. അമ്പടാ, പിന്നെ കല്ലെറിയുന്നോ? കല്ലെറിയാം. ദേ പിന്നെയും കല്ലെറിയാം. ആഹാ, അപ്പൊ നീ മനഃപൂർവ്വമാ? കല്ലെറിയാം. നിന്നെ ഞാൻ രണ്ടും കൂടി ചേർന്നുള്ള പരിപാടിയല്ലേ? കുട്ടൂസ, കേറ്. എങ്ങോട്ടാ? ഒരു മരത്തെ പറ്റി വിവരം കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നോക്കണം. മുത്തു എവിടെ? മുത്തുവിന് പനി പിടിച്ചു. നല്ല മഴയല്ലേ? ലുട്ടാപ്പിയും വിളിച്ചോ? ലുട്ടാപ്പിക്കും പനിയാ. അവൻ റെസ്റ്റ് എടുത്തോട്ടെ, നമുക്ക് പോകാം. എന്തോ തല്ലുകൊള്ളുന്ന കേസാ. പനി പിടിച്ചത് നന്നായി. ഏതോ മരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. മാന്ത്രിക വിദ്യയുള്ള ഒരു പ്ലാവാ. അതാ കുട്ടൂസനെ വിളിച്ചത്. പ്ലാവിനെ കല്ലെറിഞ്ഞാൽ പ്ലാവ് തിരിച്ച് ചക്ക എറിയും. അങ്ങനെ ഒരു പ്ലാവുണ്ടോ കുട്ടൂസ? ഉണ്ടല്ലോ, പക്ഷെ പറഞ്ഞതിൽ കുറച്ച് തെറ്റുണ്ട്. അതെന്താ? കല്ലെറിഞ്ഞാൽ പ്ലാവ് ഉണരും. അന്നേരം ചുറ്റും എന്തെങ്കിലും അനക്കം കണ്ടാൽ പ്ലാവ് അങ്ങോട്ടാ ചക്കയെറിയുക. കല്ലെറിഞ്ഞയാൾ അനങ്ങാതെ നിന്നാൽ മതി. ചക്കയേറ് കൊള്ളില്ല. പ്ലാവ് 3 ചക്കയെറിയും, പിന്നെ നിർത്തും. കൊള്ളാം. സൂപ്പർ പ്ലാവ്. അതുപോട്ടെ, ഇതൊക്കെ എങ്ങനെ വിക്രമന് മനസ്സിലായി? കുട്ടൂസന്റെ ഫ്രണ്ട് പറഞ്ഞതാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? ലംബൂച്ചൻ. ഞാൻ വഴിക്ക് വെച്ച് കണ്ടു. ചുമ്മാ സംസാരിച്ചപ്പോഴാ പ്ലാവിന്റെ കാര്യം പറഞ്ഞത്. വഴിയും പറഞ്ഞപ്പോ തന്നു. നമ്മളിപ്പോ അങ്ങോട്ടാ. വണ്ടി നിർത്ത്. അതാ മായാവി. കേരടാ കുപ്പിയിൽ. നല്ല ലക്ഷണമാ. മായാവിയെ കിട്ടിയില്ലേ? വൈകാതെ. ദാ അതാണ് ഏറുകാരൻ പ്ലാവ്. എറിയാനുള്ള കല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. അതാ അപ്പുറത്തൊരു കുരങ്ങൻ ചാടി കളിക്കുന്നു. പ്ലാവ് കുരങ്ങച്ചാരെ എറിഞ്ഞോളും. എറിയാൻ പോവുകയാ. അനങ്ങല്ലേ. മഴ തുടങ്ങി. വേഗം എറിഞ്ഞു. കട്ടക്. ചക്കയേറ് കഴിഞ്ഞോ? മഴ കാരണം ഒന്നും കാണാനില്ല. ചില്ല് നനഞ്ഞിരിക്കുകയാ. വൈപ്പർ ഇടാം. വിക്രമൻ ഒന്നും ഓർക്കാതെ വൈപ്പർ ഓൺ ചെയ്തു. വൈപ്പറിന്റെ അനക്കം കണ്ടതോടെ, അയ്യോ എന്റെ തല! ദിം കടക് ഡും ചിൽ. ചതിച്ചോ ചക്ക? ഹാവു, രക്ഷപ്പെട്ടു.